وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلنا إليكم رسولا شاهدا عليكم كما أرسلنا إلى فرعون رسولا فعصى فرعون الرسول فأخذناه أخذا وبيلا فكيف تتقون إن كفرتم يوما يجعل البلدان شيبا السماء منفطر به كان وعده مفعولا إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് 73-ാം അധ്യായം സൂറത്തുൽ മുസമ്മിലിലെ 14 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 15, 16, 17, 18, 19 5 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിലൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന വിളിയോടുകൂടെ സൂറത്തുൽ മുസമ്മിൽ ആരംഭിച്ചു. വസ്ത്രമിട്ട് പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയെ. പിന്നീട് ഓരോ ആയത്തുകളിലും നബിതങ്ങളെ വിളിക്കുകയായിരുന്നു. നബിതങ്ങളോടുള്ള അഭിസംബോധനയായിരുന്നു. ഖും, നബിയെ എഴുന്നേൽക്കണം. അതേ പ്രകാരം രാത്രി പകുതി, ഉങ്കുസ്, നീ ചുരുക്കുക. പിന്നെ ഔസിദ്, അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിച്ചു കൊള്ളുക. രാത്രി പകുതിയോ അല്ലെങ്കിൽ അത് ചുരുക്കുകയോ ഏറ്റുകയോ ഒക്കെ നിനക്കാവാം. അതേപോലെ വറത്തിൽ, നീ സാവകാശം വിശുദ്ധ ഖുർആൻ തെർത്തീലോടുകൂടെ ഓതണം. നബിയോടുള്ള കൽപ്പനയാണ്. അങ്ങനെ അതിൻ്റെ ശേഷം വദ്കുർ, നീ റബ്ബിനെ സ്മരിക്കണം. വസ്ബിർ, നീ ക്ഷമിക്കണം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയായിരുന്നു ഇതുവരെയുള്ള ആയത്തുകളിലൊക്കെ. അതിൻ്റെ ഇടക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. 12 മുതലുള്ള ആയത്തുകളിൽ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ശിക്ഷ ഉണ്ടാവുക തന്നെ ചെയ്യും. കുറച്ച് ക്ഷമിച്ച് കുറച്ച് സമയം കാത്തിരിക്കുക. ഇനി ദുനിയാവിൽ നിന്ന് അവർക്ക് ശിക്ഷയില്ലെങ്കിലും നാളെ പരലോകത്ത് അവർക്ക് ശക്തമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. കനത്ത വിലങ്ങുകളുണ്ട്, കത്തിജ്വലിക്കുന്ന ജഹീമുണ്ട്. അതേ പ്രകാരം തൊണ്ടയിൽ അടഞ്ഞു കിടക്കുന്ന ഭക്ഷണമുണ്ട്. അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷയുണ്ട്. നാളെ നരകത്തിലെ ശിക്ഷാമുറകളെക്കുറിച്ച്, അവിശ്വാസികൾക്ക് വരുന്ന ശിക്ഷാമുറകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. അന്ത്യനാളിൽ ഉണ്ടാകുന്ന ഭയാനകരമായിരിക്കുന്ന സംഭവങ്ങളെയും അതിൻ്റെ ഇടക്ക് 14-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി. ഇനി 15-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു അവിശ്വാസികളെ വിളിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകളെ, നബിതങ്ങളെ എതിർത്ത, നബിതങ്ങളെ പരിഹസിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായി കടന്നു ചെന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാത്ത അവരിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചില കാര്യങ്ങൾ പറയുന്നത്. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ. ഈ ആയത്തിന്റെ അർത്ഥം, ഈ 5 ആയത്തുകളുടെ സാരം, പദാർത്ഥം, അതുപോലെ ആയത്തുകളുടെ പൂർണ്ണമായ അർത്ഥവും ആദ്യം നമുക്ക് പഠിക്കാം. ഇന്ന, തീർച്ചയായും നാം. ഇന്ന, തീർച്ചയായും. നാം. അപ്പൊ ഇന്ന നാ എന്നതിനെ കൂട്ടി വായിക്കുമ്പോൾ ഇന്നാ എന്നാകും. തീർച്ചയായും നാം. അർസൽന, നാം അയച്ചു. അള്ളാഹു പറയാ അർസൽന, അർസല അയച്ചു, അർസൽന നാം അയച്ചു.
ഇലൈക്കും, ഇല ലേക്ക്, കും നിങ്ങൾ, ഇലൈക്കും നിങ്ങളിലേക്ക്. ഇന്നാ അർസൽനാ ഇലൈക്കും തീർച്ചയായും നിങ്ങളിലേക്ക് നാം അയച്ചു. റസൂലൻ ഒരു റസൂലിനെ, ഒരു ദൂതനെ. എങ്ങനെയുള്ള ദൂതനാണ്? ഷാഹിദൻ സാക്ഷിയായ നിലയിൽ, ഷാഹിദൻ സാക്ഷിയായ നിലയിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, അല മേൽ, കും നിങ്ങൾ, അലൈക്കും നിങ്ങളുടെ മേൽ, ഇല ലേക്ക്, കും നിങ്ങൾ, ഇലൈക്കും നിങ്ങളിലേക്ക്, അലൈക്കും നിങ്ങളുടെ മേൽ. ഷാഹിദൻ അലൈക്കും നിങ്ങളുടെ മേൽ ഷാഹിദായ ഒരു റസൂലിനെ തീർച്ചയായും നിങ്ങളിലേക്ക് നാം അയച്ചിട്ടുണ്ട്. കമാ അർസൽന നാം അയച്ചതുപോലെ, പോലെ കമാ അർസൽന നാം അയച്ചതുപോലെ, ഇലാ ഫിർഔന ഫിർഔനിലേക്ക് റസൂലൻ ഒരു ദൂതനെ. കമാ അർസൽന ഇലാ ഫിർഔന റസൂല ഫിർഔനിലേക്ക് ഒരു ദൂതനെ നാം അയച്ചതുപോലെ നിങ്ങളിലേക്ക് നിങ്ങളുടെ മേൽ ഷാഹിദായ സാക്ഷിയായ ഒരു പ്രവാചകനെ തീർച്ചയായും നാം അയച്ചിരിക്കുന്നു. ഇതാണ് 15-ാമത്തെ ആയത്തിന്റെ അർത്ഥം. ഇനി 16-ാമത്തെ ആയത്ത്. അപ്പോൾ എപ്പോൾ? തൊട്ടു മുമ്പ് പറഞ്ഞത് ഫിർഔനിലേക്ക് നാം ഒരു പ്രവാചകനെ അയച്ചിരിക്കുന്നു. ഫിർഔനിലേക്ക് അയച്ച പ്രവാചകൻ ഏതാ? മൂസാ നബി അലൈഹിസ്സലാം. അപ്പൊ ഫിർഔനിലേക്ക് മൂസയാകുന്ന പിന്നെ പ്രവാചകനെ, ദൂതനെ നാം അയച്ചിരിക്കുന്നു. ആ അയച്ചതുപോലെ നിങ്ങളിലേക്ക് ഷാഹിദായ ഒരു പ്രവാചകനെ ഞാൻ നിയോഗിച്ചു, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹു പറയാ അപ്പോൾ വിസമ്മതിച്ചു, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചു. ആര്? ഫിർഔൻ അനുസരണക്കേട് കാണിച്ചു. ഫിർഔൻ അനുസരിച്ചില്ല, ധിക്കാരം കാണിച്ചു. ആരോട്? റസൂല, ആ ദൂതനോട്, അഥവാ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔൻ അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ എപ്പോൾ? മൂസാ നബിയോട് ഫിർഔൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ അഖദ പിടിച്ചു സൃഷ്ടിച്ചു. അഖദിനാ നാം പിടിച്ചു, അവനെ, ആരെ? ഫിർഔനിനെ. ഫഅഖദിനാഹു അപ്പോൾ നാം ഫിർഔനിനെ പിടിച്ചു. അഖ്ദൻ ഒരു പിടുത്തം അങ്ങ് പിടിച്ചു. അഖ്ദൻ ഒരു പിടുത്തം. എങ്ങനെയുള്ള പിടുത്തം? വബീല ശദീദൻ ശക്തമായ, ഗൗരവമുള്ള, കടുപ്പമേറിയ ഒരു പിടുത്തം നാം ആ ഫിർഔനിനെ അങ്ങ് പിടിച്ചു. ഇതാണ് 16-ാമത്തെ ആയത്തിന്റെ അർത്ഥം. അപ്പോൾ ഫിർഔൻ മൂസയാകുന്ന റസൂലിനോട് ധിക്കാരം പ്രവർത്തിച്ചപ്പോ, അനുസരണക്കേട് കാണിച്ചപ്പോ, എതിര് പ്രവർത്തിച്ചപ്പോൾ നാം അവനെ ശക്തമായ ഒരു പിടുത്തം അങ്ങ് പിടിച്ചു സൃഷ്ടിച്ചു. 16-ാമത്തെ ആയത്ത്. ഇനി 17. فكيف تتقون إن كفرتم يوما يجعل الولدان شيبا. فكيف എന്നാൽ എങ്ങനെയാണ്, കൈഫ എങ്ങനെയാണ്, തത്തഖൂന നിങ്ങൾ സൂക്ഷിക്കുക, തത്തഖൂന നിങ്ങൾ സൂക്ഷിക്കുക, ഫകൈഫ തത്തഖൂന അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സൂക്ഷിക്കുക, ഇൻ കഫർത്തും, കഫറ മൂടിവെച്ചു അല്ലെങ്കിൽ അവിശ്വസിച്ചു എന്നൊക്കെ അർത്ഥം പറയാം. ഇൻ കഫർത്തും നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ, കഫറ അവിശ്വസിച്ചു, അൻതും നിങ്ങൾ. അപ്പൊ കഫറ അൻതും എന്നത് കൂട്ടി വായിക്കുമ്പോ, കൂട്ടി എഴുതുമ്പോ കഫർത്തും എന്നാകും. ഇൻ കഫർത്തും നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ, യൗമൻ ദിവസം, യൗമൻ ഒരു ദിവസത്തെ. എങ്ങനെയുള്ള ദിവസമാണ്? യജ്അലു ആക്കുന്ന, ജഅല ആക്കി, യജ്അലു ആക്കും, യജ്അലു ആക്കുന്ന, യൗമൻ യജ്അലു ആക്കുന്ന ദിവസം. എന്താക്കുന്ന? ആരെയാക്കുന്ന? അൽ വിൽദാന കുട്ടികളെ, വലത് കുട്ടികൾ, വലത് കുട്ടി അതിന്റെ ബഹുവചനമാണ് ഔലാദ്, കുട്ടികൾ. അതേ പ്രകാരം അതിന്റെ ബഹുവചനമായി വരുന്നത് തന്നെയാണ് വിൽദാൻ, കുട്ടികൾ. വലതിന്റെ വലത് കുട്ടി, ഔലാദ്, വിൽദാന് കുട്ടികൾ. യജഅലുൽ വിൽദാന കുട്ടികളെ ആക്കുന്ന യൗമ ദിവസം. കുട്ടികളെ എന്താക്കുന്ന? ഷീബൻ നരച്ചവർ, വൃദ്ധന്മാർ. ഷീബ് നരച്ചവർ. അപ്പൊ കുട്ടികളെ
നിരച്ചവരാക്കുന്ന ആ ദിവസത്തെ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളെ സൂക്ഷിക്കാൻ കഴിയുക എന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഒരു വല്ലാത്ത ഒരു ചോദ്യമാണ്. അത് വിശദീകരണത്തിൽ പറയാം. 17-ാമത്തെ ആയത്തിന്റെ അർത്ഥം, എന്നാൽ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ സത്യം മൂടി വെക്കുന്നവരാണെങ്കിൽ, കുട്ടികളെ നിരച്ചവരാക്കുന്ന ആ ഭയാനകരമായ ദിവസത്തെ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക? നിങ്ങളെ എങ്ങനെയാണ്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയുക? നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക എന്ന റബ്ബിന്റെ ചോദ്യം. 18-ാമത്തെ ആയത്ത്, ആകാശം, അതുമൂലം പൊട്ടിപ്പിളർന്നതായിരിക്കും. ഇൻഫിതാർ, പൊട്ടിപ്പിളരുക. ആകാശം എന്ത് ചെയ്യും? ആ ദിവസത്തിന്റെ ഭയാനകത മൂലം, അന്ത്യനാളിനെ കുറിച്ചാണ് പറയുന്നത്. അന്ത്യനാളിന്റെ ആ ഭയാനകത മൂലം എന്ത് ചെയ്യും? ആകാശം പൊട്ടിപ്പിളരും. ആകാശം അതുമൂലം പൊട്ടിപ്പിളരുന്നതായിരിക്കും. കാന വഅദഹു, കാന വഅദുഹു, കാന ആകുന്നു, വഅദ്, വഅദ്, വഅദ വാഗ്ദാനം ചെയ്തു, വഅദ് വാഗ്ദാനം, വാഗ്ദത്തം, ഹു അവന്റെ, ആരുടെ? അള്ളാഹുവിന്റെ. കാന വഅദുഹു, അള്ളാഹുവിന്റെ വാഗ്ദാനമാകുന്നു. മഫ്ഊലൻ, അത് നിലവിൽ വരുന്നത് തന്നെയാണ്, അത് പ്രവർത്തിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം അത് നടപ്പിൽ വരിക തന്നെ ചെയ്യും. കാന വഅദുഹു മഫ്ഊല, അള്ളാഹുവിന്റെ വാഗ്ദത്തം അത് നടപ്പിൽ, പ്രയോഗത്തിൽ വരുത്തപ്പെടുന്നത് തന്നെയാകുന്നു. അസ്സമാഉ മുൻഫതിറും ബി, ആകാശം അതുമൂലം പൊട്ടിപ്പിളരുന്നതായിരിക്കും. അതാണ് 18-ാമത്തെ ആയത്തിന്റെ അർത്ഥം. ഇനി 19, ഇന്ന ഹാദിഹി തദ്കിറ, ഇന്ന തീർച്ചയായും, ഹാദിഹി ഇത്, ഇത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ. അത് ഈ സൂറത്താകട്ടെ, വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആയത്തുകളും മുഴുവൻ സൂറത്തുകളും എന്താകുന്നു? ഇന്ന ഹാദിഹി, തീർച്ചയായും ഇത്, തദ്കിറ, ഒരു ഉത്ബോധനമാണ്. വിശുദ്ധ ഖുർആൻ മുഴുവനും ഉത്ബോധനമാണ്. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല, അപ്പോൾ മൻ വല്ലവനും ശാഅ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇത്തഖദ, ഇത്തഖദ അവൻ ഏർപ്പെടുത്തട്ടെ, അവൻ ഉണ്ടാക്കട്ടെ, ഇലാ റബ്ബിഹി അവന്റെ നാഥനിലേക്ക്, സബീലൻ ഒരു മാർഗം, വല്ല വഴിയും അള്ളാഹുവിങ്കലേക്ക് അവൻ ഉണ്ടാക്കി വെക്കട്ടെ. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല, അതുകൊണ്ട് ആര് ഉദ്ദേശിക്കുന്നുവോ തന്റെ റബ്ബിലേക്ക് വല്ല മാർഗവും ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനുള്ള മാർഗം അവൻ കണ്ടെത്തട്ടെ, അതിന്റെ മാർഗം അവൻ തന്നെ ഉണ്ടാക്കട്ടെ എന്നാണ് 19-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി 5 ആയത്തുകൾ, അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയം, ഒന്നാമത്തേത് 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താ? ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും, ഓ ജനങ്ങളെ, തീർച്ചയായും നാം നിങ്ങളുടെ മേൽ സാക്ഷിയായ ഒരു റസൂലിനെ നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് പല പേരുകളും വിശേഷണങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിലൊരു വിശേഷണമാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാഹിദാണ്, സാക്ഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷിയാണ് എന്നതിനെ പല നിലക്കും വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. സ്വർഗത്തിലേക്ക് നമുക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഴുവൻ കാര്യങ്ങളും, ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവന്റെ സ്വഭാവം നന്നാക്കേണ്ടത്, സാമ്പത്തിക രംഗത്ത് എങ്ങനെയാകണം, കുടുംബ രംഗത്ത് എങ്ങനെയാകണം, ദാമ്പത്തിക ജീവിതം എങ്ങനെയാകണം, എല്ലാ മേഖലകളിലുമുള്ള വിശദീകരണങ്ങളും അറിവുകളും അള്ളാഹുവിൽ നിന്നുള്ള വഹിയിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഷാഹിദാണ്, സാക്ഷിയാണ്. മറ്റൊരു വിശദീകരണം, നാളെ പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സാക്ഷിയാകും എന്ന വിശദീകരണവുമുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾക്ക് സാക്ഷിയായി ആ ദൂതനെ ഞാൻ നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഏതുപോലെയാണ്? കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, ഫിർഔനിലേക്ക് ദൂതനെ അയച്ചതുപോലെ. ഒന്നാമത്തെ റസൂല്, ഈ ആയത്തിൽ 2 റസൂലാണുള്ളത്. ഒന്നാമത്തെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി. ആയത്തിന്റെ അവസാനത്തിലുണ്ട് ഒരു റസൂല്. അതാരാണ്? അത് മൂസാ നബി അലൈഹിസ്സലാം. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഇവിടെ ഫിർഔനിലേക്ക് ഒരു ദൂതനെ അയച്ചു എന്നതാണ്. യഥാർത്ഥത്തിൽ ഫിർഔൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല,
ഒരു വ്യക്തിയുടെ പേരല്ല, മറിച്ച് അവിടെ രാജഭരണം നടത്തുന്ന ഒരു കുടുംബ പേരാണ്. മൂസാ നബി അലൈഹിസ്സലാം 2 ഫിർഔനിനെ കണ്ടിരുന്നു, 2 ഫിർഔനിലേക്ക് ദഅവത്ത് നടത്തിയിരുന്നു എന്നെല്ലാം അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും ഫിർഔന് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. മാത്രമല്ല ഫിർഔനിലേക്ക് മാത്രമല്ല അയച്ചത്. ആ ഫിർഔൻ, ആ രാജാവും ആ രാജാവിന്റെ കൂടെയുള്ള ആ സമൂഹത്തിനെ എല്ലാം കൂടെ ഉദ്ദേശിച്ചാണ് ഇവിടെ ഫിർഔനിലേക്ക് ആരെ അയച്ചു എന്ന് പറയുന്നത്, ഒരു റസൂലിനെ, ദൂതനെ ഞാൻ അയച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഫിർഔനിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം എന്ന ദൂതനെ അയച്ചപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ആ ഫിർഔൻ മൂസാ നബിയെ സ്വീകരിച്ചില്ല, അംഗീകരിക്കാതെ വന്നപ്പോ അവനെ ശക്തമായ ഒരു പിടുത്തം ഞാൻ അങ്ങ് പിടിച്ചു ശിക്ഷിച്ചു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അവനെ വെള്ളത്തിൽ മുക്കി അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു, അല്ലെ, സൃഷ്ടിച്ചു കളഞ്ഞു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ സൂറത്തിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അഭിസംബോധനയാണ്. എന്നാൽ ഈ ആയത്തിലൊക്കെ നിങ്ങളിലേക്ക് അയച്ചു, നിങ്ങളുടെ മുൻഗാമികളാകുന്ന ആളുകളിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങളോടുള്ള, ഖുറൈശികളോടുള്ള അഭിസംബോധനയാണ്. അത് വിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലിയാണ്. ചില നേരത്ത് പ്രവാചകനോട് സംസാരിക്കും, മറ്റൊരു അഭിസംബോധന സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട്, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് അവിശ്വാസികളിലേക്ക് തിരിയും. ഇങ്ങനെ പലരോടുമുള്ള അഭിസംബോധന രീതികൾ വിശുദ്ധ ഖുർആനിൽ കാണാം. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഭിസംബോധന ആരോടാണെങ്കിലും അതിലൊക്കെ നമുക്ക് പാഠങ്ങളുണ്ട്. അതൊക്കെ എന്നോടുള്ള സംസാരമാണ് എന്ന നിലക്ക് അതിനെ കാണാൻ നമുക്ക് കഴിയണം. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുസ്സമ്മിൽ തുടങ്ങുന്നത് യാ അയ്യുഹൽ മുസ്സമ്മിൽ, ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയെ അങ്ങ് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ നമുക്ക് പാഠങ്ങളുണ്ട്. അത് നമ്മോടാണ് എന്ന നിലക്ക് ആ വിഷയത്തെ കാണാൻ നമുക്ക് കഴിയണം. വിശുദ്ധമായ ഖുർആനിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് ആദർശങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാതെ, നമുക്ക് പലതും ചെയ്യാനുണ്ടായിട്ടും ഒന്നും ചെയ്യാതെ നമ്മൾ മൂടി പുതച്ച് കിടക്കാൻ പാടില്ല എന്ന ഒരു പാഠം അതിലുണ്ട്. അതേപോലെ തന്നെ ഈ ആയത്തിലും ഈ കാര്യം അല്ലാഹു പറയുന്നത് മക്കയിലെ മുശ്രിക്കീങ്ങളോടാണ്. എന്ത്? ഏത് നിലക്കും നിങ്ങളെക്കാൾ ശക്തിയുള്ളവരായിരുന്നു, നിങ്ങളെക്കാൾ സ്വാധീനമുള്ളവരായിരുന്നു, അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാവിധ ശക്തിയും സ്വാധീനങ്ങളും ഉള്ളവരായിരുന്നു. ആര്? ഫിർഔൻ. ആ ഫിർഔൻ അവരിലേക്ക് നിയോഗിച്ച പ്രവാചകനെ ധിക്കരിച്ചപ്പോ അല്ലാഹു തആല വെറുതെ നിന്നിട്ടില്ല. അല്ലാഹു തആല അവർക്ക് ഭയാനകരമായ ശിക്ഷ കൊടുത്തുകൊണ്ട് അവരെ ശിക്ഷിച്ചിട്ടുണ്ട് എന്ന കാര്യം ആർക്കറിയാം? മക്കയിലെ മുശ്രിക്കീങ്ങൾക്കറിയാം. അവരതിനു മുമ്പുള്ള വേദഗ്രന്ഥം പഠിച്ചവരാണ്. ഫിർഔനിന്റെയും മൂസാ നബിയും ഒക്കെ ചരിത്രം പഠിച്ചവരാണ്. ആ ചരിത്രവും ആ ശിക്ഷകളും അള്ളാഹു നൽകിയിട്ടുള്ള, അള്ളാഹു കൊടുത്ത ശിക്ഷയുമൊക്കെ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ മുമ്പിൽ അള്ളാഹു എടുത്തുദ്ധരിക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളെക്കാളും വലിയ ആളായിട്ട് പോലും പ്രവാചകനെ ധിക്കരിച്ചപ്പോ അല്ലാഹു തആല അഖദിനാഹു അഖദൻ വബീല, അവരെ ശക്തമായി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂസയെക്കാളും ശ്രേഷ്ഠവാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസയെക്കാളും ശ്രേഷ്ഠവാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്ന റസൂലക്കും, നിങ്ങളിലേക്ക് നിയോഗിച്ച പ്രവാചകൻ അഷ്റഫു, ഏറ്റവും ഉന്നതനാണ്. വഅലമു മിൻ മൂസ, മൂസയെക്കാളും ഉത്തമനാണല്ലോ. മൂസയെക്കാളും ഉത്തമനായ, അതിശ്രേഷ്ഠവാനായ നിങ്ങളിലേക്ക് നിയോഗിച്ച പ്രവാചകനാകുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ധിക്കരിച്ചാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്ന ധാരണ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട എന്ന മഹത്തായ പാഠമാണ്, എന്ന ഓർമ്മപ്പെടുത്തലാണ്, എന്ന ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേരെ എഴുതുവിടുന്നത്. എന്നിട്ട് അല്ലാഹു തആല പിന്നീട് പറയുന്നത് എന്താ? 17ാമത്തെ ആയത്തിൽ ചില ആളുകൾ വിചാരിക്കും, ദുനിയാവിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊക്കെ അള്ളാഹിനെ ധിക്കരിച്ച് നടന്നിട്ടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ ഒന്നും അനുസരിക്കാതെ എനിക്ക് തോന്നിയതുപോലെ ജീവിച്ച് സമ്പാദിച്ച് ഏഷണിയും മെയ്ബത്തും നമീമത്തുമായി നടന്നിട്ടും മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹമാകുന്ന ഫിർഔനിനെ സൃഷ്ടിച്ചതുപോലെ മുഹമ്മദ് നബിയുടെ അനുയായികളാകുന്ന എന്നെ സൃഷ്ടിക്കുന്നില്ലല്ലോ എന്ന ധാരണങ്ങൾക്ക് ആർക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല 17ാമത്തെ ആയത്ത് പറയുന്നത്. ഭൗതികമായ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും, ഒരുപക്ഷെ അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിക്കാതെ വെറുതെ വിട്ടേക്കാം, എന്നാലും കൂട്ടരെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 17ാമത്തെ ആയത്ത്, ഫകൈഫ തത്തഖൂന ഇൻ ഗഫർതും യൗമൻ യജ്അലുൽ വിൽദാന ശീബാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹമാകുന്ന ഫിർഔനിനെയും കൂട്ടരെയും നശിപ്പിച്ചതുപോലെ, അതുപോലെ പ്രവാചകന്മാരെ പലരും പല പ്രവാചകന്മാരെയും നിഷേധിക്കുകയും അവിശ്വസിക്കുകയും പരിഹസിക്കുകയും ധിക്കരിക്കുകയും ചെയ്ത പല സമൂഹങ്ങളെയും അള്ളാഹു നശിപ്പിച്ചതുപോലെ നിങ്ങളെ നശിപ്പിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന തോന്നൽ നിങ്ങൾക്ക് വേണ്ട. ഫകൈഫ തതകൂന ഇൻ കഫർതും, നിങ്ങൾ ഇങ്ങനെ അവിശ്വാസികളായി പോവുകയാണെങ്കിൽ യൗമൻ യജ്അലുൽ വിൽദാന ശീബാ,
കുട്ടികളെ നിരച്ചവരാക്കുന്ന ഭയങ്കരമായ ആ ദിവസം, അന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അന്ന് നിങ്ങളെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. ഭയാനകരമായ ആ ദിവസം തീർച്ചയായും ആകാശം പൊട്ടിപ്പിളരുന്ന ദിവസമാണത്. അന്ന് തീർച്ചയായും അള്ളാഹുവിന്റെ ശക്തമായ ഒരു പിടുത്തമുണ്ടാകും. അന്ന് നരകത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ നിഷേധിക്കുകയും ആ റസൂലിനെ നിങ്ങൾ അനുസരണക്കേട് കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശക്തമായ പിടുത്തം തീർച്ചയായും ഉണ്ടാകും. തീർച്ചയായും അത് വരുന്നത് തന്നെയാണ്. അതൊരിക്കലും സംഭവിക്കാതിരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നൈമിഷികമായ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെട്ടാലും നിങ്ങൾക്കൊരു ശിക്ഷയും ഇല്ലാതെ സുഖലോലുപതയിൽ നിങ്ങൾ ഇവിടെ ആറാടിയാലും തീർച്ചയായും പരലോകത്തെ അള്ളാഹുവിന്റെ വാഗ്ദാനം, അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് ഓടിമാറി തോന്നിയതുപോലെ നിങ്ങൾ ജീവിച്ചാൽ തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം മഫ്ഊല, അത് പ്രയോഗത്തിൽ വരുത്തപ്പെടുന്നത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അവിടെ നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്ന മഹത്തായ ഓർമ്മപ്പെടുത്തൽ പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കും ബാധകമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചുകൊണ്ട് ഞാനും നിങ്ങളും നടന്നാൽ ഫഹ്ദറു അൻതും അൻ തുകദ്ദിബു ഹാദർ റസൂൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന പ്രവാചകനെ കളവാക്കി ആ പ്രവാചകന്റെ കൽപ്പനകൾക്ക് ഒരു പുല്ല് വിലയും കൊടുക്കാതെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ കരുതിയിരുന്നോളൂ, സൂക്ഷിച്ചോളൂ, ആ ഫിർഔനിന് വന്നതുപോലെയുള്ള വിപത്ത് നിങ്ങളെ തേടി വരും. ഇനി അതല്ലെങ്കിൽ നാളെ പരലോകത്തെന്ന് ഭയാനകരമായ ശിക്ഷ നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാ. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഇതാ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് പഠിക്കുന്നുണ്ട് നിങ്ങൾ, അത് പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ഉത്ബോധനമാണ്. നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വർത്തമാനവും വിശുദ്ധ ഖുർആനിലില്ല. നിങ്ങൾക്ക് നേരായ മാർഗം കണ്ടെത്താനുള്ള അവസരം വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതാ ഇത് മഹത്തായ ഉത്ബോധനമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യണം? ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല. ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്തുദ്ദേശിക്കുക? ഇലാ റബ്ബിഹി, തന്റെ നാഥനിലേക്ക് സബീല, ഒരു മാർഗം കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ മാർഗം അവൻ കണ്ടെത്തിക്കൊള്ളട്ടെ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. മൻ അറാദ അൻ യുഅ്മിന, അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും കൃത്യമായി വിശ്വസിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം, അവന്റെ കാരുണ്യം കിട്ടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ കൃത്യമായ തെളിവുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മുറുകെ പിടിച്ചു നിങ്ങൾ ജീവിതത്തെ ക്രമപ്പെടുത്താൻ അങ്ങ് തയ്യാറാകൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മാനായ നാഥനിലേക്ക് എത്തുവാൻ, ആ നാഥന്റെ സ്വർഗം കിട്ടുവാൻ, അവന്റെ ഇഷ്ടം നേടിയെടുക്കുവാൻ എന്ത് വേണം? അള്ളാഹു കൃത്യമായ വഴി നമ്മുടെ മുമ്പിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുന്നവരാണ്. അത് കൃത്യമായി അവന്റെ പ്രീതിയും അനുഗ്രഹവും ലഭിക്കുവാൻ കൃത്യമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ പറയപ്പെടുന്ന ഒരു കാര്യത്തിലും ഒരു സംശയവും ഉണ്ടാകരുത്. അതോടൊപ്പം അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്ന സ്വാലിഹുൽ അഅ്മാലുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുക. ഹറാമുകളിൽ നിന്ന് നാം രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രയത്നം എല്ലാവരും, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അതിനുള്ള പണികൾ, അതിനുള്ള ജോലിയിൽ അവർ വ്യാപൃതരായിക്കൊള്ളട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ ഇഷ്ടവും അവന്റെ പൊരുത്തവും കിട്ടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.